ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വീട് പണി ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്ലോറിങ്ങിലുള്ള ഏറ്റവും വലിയൊരു സംശയം, അതായത് ഇന്നത്തെ ട്രെൻഡായിട്ടുള്ള ബിഗ് സ്ലേവുകൾ ഫ്ലോറിൽ എങ്ങനെ വിരിക്കുക എന്നുള്ളത്. ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ചെയ്യണോ, സ്പേസറിൽ ചെയ്യണോ, അതേപോലെ ഏത് തരം കമ്പനീൻ്റെ ഗമ്മിലാണ് അത് ചെയ്യേണ്ടത്, അതേപോലെ സിമെൻറ്റിലാണോ വെക്കൽ, ഫ്ലോറിൽ ആദ്യം സിമെൻറ്റ് വലിക്കണോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പിന്നെ ഈ 8-4, 6-4 ബിഗ് സ്ലേവുകൾ നമ്മളെ വീടിൻ്റെ ഫ്ലോറിൽ വിരിക്കണമെന്നുണ്ടെങ്കിൽ ആ വിരിക്കണത്തോളം ഏരിയ കറക്റ്റ് വാട്ടറിലാക്കിയിട്ട് തേച്ചിട്ട് അതിൽ ഗമ്മ് വലിച്ചിട്ടാണ് ഈ ടൈലൊക്കെ ഒട്ടിക്കുക. അപ്പോൾ ഞങ്ങൾ ഈ സൈറ്റിൽ 6-4 വലിയ ഷീറ്റ് വിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തേക്കണ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കാണണം. അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ഒഴികെ ഡൈനിങ് ഹാൾക്ക് കയറുകയാണെങ്കിൽ കണ്ടോ, ഫുള്ളായിട്ട് 6-4 ഷീറ്റൊക്കെ ഫുള്ള് വിരിച്ചിട്ടുണ്ട്. പിന്നെ സ്കാറ്റിങ്ങിൻ്റെ വർക്ക് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളിതാ അവിടെ നോക്കുകയാണെങ്കിൽ ഒറ്റ കളറ് നല്ലൊരു ലുക്കാട്ടെ കാണാൻ. പിന്നെ ഇങ്ങനത്തെ വർക്കൊക്കെ കാണുമ്പം ആൾക്കാർ ആദ്യം എന്താ നോക്കുക, അതിൻ്റെ ജോയിൻ്റാണ് നോക്കുക. കണ്ടോ, അതിൻ്റെ ജോയിൻ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 4 കൂടിയ ഭാഗം പ്ലസ് പക്ക സെറ്റാണ്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ജോയിൻ്റൊക്കെ അടുത്ത് ഇരുന്നാൽ മാത്രമേ ജോയിൻ്റ് കാണാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ ഇതിൻ്റെ ജോയിൻ്റ് കാണാനില്ല. അപ്പം എത്രത്തോളം ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം പണിക്കാർ പെർഫെക്റ്റ് ആവും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ വലിയ ഷീറ്റുകളൊക്കെ വിരിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് പ്ലേയേഴ്സിനെ മാത്രം ഏൽപ്പിക്കുക. പിന്നെ ഈ സൈറ്റിൽ വർക്കൊക്കെ നടന്നുകൊടുക്കുക കേട്ടോ. ഇനി ഒരുപാട് അപ്പോക്സി ചെയ്യാണ്ട്, അതേപോലെ സ്കാറ്റിങ് വെക്കാണ്ട്. അപ്പം ഇവിടെ ഈ വലിയ 6-4 ഷീറ്റിന് വേണ്ടിയിട്ട് ഇറ്റാലിയൻ കമ്പനിയായിട്ടുള്ള മപ്പായി എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ ഗമ്മാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഗമ്മുകൾ ഇന്ന് നാട്ടിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുതരാം. പിന്നല്ലേ ഈ വക്കത്തിൽ കണ്ട കുറച്ച് ഗമ്മ് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം ഒരു കാര്യം കാണിച്ചാൽ നിങ്ങൾക്ക്, നമ്മൾ ഈ സ്കാറ്റിങ് വെക്കുന്നതിന് മുമ്പ് ആ സ്കാറ്റിങ്ങും അതേപോലെ ചുമരിൻ്റെയും ടൈലിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പണിക്കാരന് ഫുള്ളായിട്ട് ആ ഗമ്മ് വെച്ചുകൊണ്ട് ഇങ്ങനെ അടയ്ക്കണ്. അപ്പം ശരിക്കും നമ്മളൊരു സ്കാറ്റിങ് വെച്ചാൽ തന്നെ ആ ഗ്യാപ്പൊക്കെ ഫില്ലാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പണിക്കാരൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഭാവിയിൽ സ്കാറ്റിങ്ങിൻ്റെ ഇടയിൽ കൂടെ എറുമ്പുകൾ പൊടി പുറത്തേക്ക് തള്ളാതാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലത്തെ എല്ലാ ഗ്യാപ്പുകളും ഫില്ല് ചെയ്തിട്ട് മാത്രമാണല്ലോ ഈ സ്കാറ്റിങ് വെക്കുള്ളൂ. നല്ല പണിക്കാരാട്ടോ. പിന്നെ ഇതിൻ്റെ ഷീറ്റിന് ഗമ്മ് വലിക്കാനുള്ള പ്ലേറ്റ് ഉണ്ടല്ലോ നിങ്ങൾ, 4 അടി നീളമുണ്ട്. ആ വലിയ ടൈൽസ് ഉണ്ടോ 2-4 4 അടി നീളമുണ്ട്. അതേപോലെ നമ്മളെ നാട്ടിൽ ഹാർഡ്വെയർസിലൊക്കെ പോയിക്കാണെങ്കിൽ ഇതുപോലത്തെ ഗമ്മ് വലിക്കുന്ന ഒരടിൻ്റെ പ്ലേറ്റ് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ 2 അടിൻ്റെ ഒക്കെ ഉണ്ടാക്കേണ്ട ആൾക്കാർ. പക്ഷേ ഇങ്ങനത്തെ വലിയ ഷീറ്റുകൾക്ക് എപ്പോഴും നല്ല എന്താ പറയുക, വലിയ പ്ലേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. ചെറിയ ഒരു 8-4 ഒരു ഷീറ്റിൽ ചെറിയ പ്ലേറ്റ് വെച്ചിട്ട് എത്ര നേരം വലിക്കണം? അത് ചിലപ്പോൾ നമ്മൾ വലിക്കുന്നത് ഒരേ ലെവലിലായിക്കണമെന്നില്ല. കാരണം എന്താ പറയുക, അത്ര ഏരിയ നമ്മൾ പ്ലേറ്റ് ചെരിച്ച് വലിച്ചാലോ കറക്റ്റ് 90 ഡിഗ്രി വലിച്ചു കഴിഞ്ഞാലൊക്കെ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ആ ടൈലിൽ എയർ കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ ടൈലുകൾക്ക് ചെറിയ പ്ലേറ്റ് ഉപയോഗിക്കുക. വലിയ ടൈൽ ഇതേപോലെ വിരിക്കുന്ന സമയത്ത് വലിയ പ്ലേറ്റ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്ത കാര്യം എന്താ വെച്ചാൽ, ഈ സൈറ്റിൽ കണ്ടോ നമ്മൾ തേച്ച ഫ്ലോറിലാണ് ഇപ്പോൾ ടൈല് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈല് കൊണ്ടുപോയിക്കാണ്ട് പണിക്കാർ നേരെ നിലത്തല്ല വെക്കുന്നത്. അപ്പോൾ ഈ ടൈലിൻ്റെ കവറിങ് ആയിട്ട് വരുന്ന അട്ടപ്പെട്ടി, അതായത് ആ കാർഡ്ബോർഡിൻ്റെ പീസ് ഒരു ഗമ്മിൻ്റെ കാനാക്കി വെച്ചിട്ട് അതിലാണ് ഈ ടൈല് വെച്ച് നോക്കുന്നത്. അതായത് നമ്മൾ വെറുതെ കൊണ്ടുപോയിക്കാണ്ട് ടൈല് വിരിക്കണ മാതിരി 2-4, 2-2 പീസൊക്കെ വിരിക്കണ മാതിരി ഈ ടൈല് വെക്കാൻ പറ്റൂല. അപ്പോൾ അന്ന് കറക്റ്റ് വലിയ പീസുകളൊക്കെ ആകുമ്പം ആദ്യം വെച്ചുകാണ്ട് കട്ടിങ്ങൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടൊക്കെ മാത്രമേ വിരിക്കാൻ പാടുള്ളൂ. പിന്നെ ഈ ഒരു പീസിൽ ഇത്ര കട്ടിങ് വരാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഡൈനിങ് ഹാളിലെ അതേ ജോയിൻറ്റ് സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഈ കട്ടിങ്ങൊക്കെ വരുന്നത് കേട്ടോ. ചാരുവാടിൻ്റെ അടിയിൽ ഇഷ്ടിക വന്നിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർ ഷീറ്റ് ചെരിച്ചൊക്കെ വിരിക്കും. അത് ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മെയിൻ, അതായത് ഇതിൻ്റെ 50% വർക്കിൻ്റെ വൃത്തി എവിടെയെന്ന് വെച്ചാൽ ആ തേപ്പിനാട്ടോ. നമ്മളെ ഫ്ലോറിൽ ചെയ്തിട്ടുള്ള തേപ്പ് കണ്ടില്ലേ, മാല കെട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. ഇനി ആഗ്രഹം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ തേപ്പുകാരെ കൊണ്ട് തേപ്പിക്കാതെ നമ്മളെന്ത് ചെയ്യുക, ഈ ടൈൽസിൻ്റെ പണിക്കാരെ നിർത്തിക്കാണ്ട് പണിക്കാരെ കൊണ്ട് തേപ്പിക്കണം. അതായത് അവരെ സാമീപ്യത്തിൽ തേപ്പിച്ചാൽ മാത്രമേ അവർക്കൊരു തൃപ്തിപ്പെടാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ പോയി തേച്ചാൽ ഈ ടൈലിൻ്റെ പണിക്കാരെ അതിൽ വന്ന് വലിക്കാൻ പറ്റൂല എന്ന് പറയും. അത് വലിയ സ്ലേവ് ആയതുകൊണ്ട് കേട്ടോ. 2-2, 2-4, 4-2 കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആര് തേച്ചാലും ഒട്ടിച്ച് പോകാൻ മാത്രമൊക്കെ തന്നെ ഉള്ളൂ. വലിയ സ്ലേവുകൾ അവരെ കൊണ്ട് മാത്രം തേപ്പിച്ച് കണ്ട് ഒട്ടിക്കാൻ നോക്കുക.
ഇപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ. പിന്നെ നമ്മളെ നാട്ടിൽ ഈ ഗ്രാനൈറ്റ് മാർബിളൊക്കെ അധികം വീട്ടിൽ വിരിക്കും. പക്ഷേ ഈ ഗ്രാനൈറ്റ് മാർബിളിലൊക്കെ പോളിഷ് വർക്ക് കഴിഞ്ഞാൽ പോലും നമുക്കറിയാം അതിൻ്റെ ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ കളറൊക്കെ മങ്ങുക. പിന്നെ നമ്മൾ ഈ വീട്ടിൽ ഇൻറ്റീരിയർ ഡിസൈൻ അതേപോലെ സീലിംഗൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ പറകോളൻ്റെ ഇടയിൽ കുറേ ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് റൂമൊക്കെ ഫ്ലോറിൽ ഒരു എടുത്ത് കാണിക്കാനുള്ളൊരു മതിപ്പുണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഷീറ്റ് ആശ്രയിക്കാനുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ വീടിനും പറകോള അതേപോലെ ഫുള്ള് സ്റ്റൈലാണ്, കുറേ ലൈറ്റുകൾ. അപ്പോൾ അതൊക്കെ വരുമ്പോണ്ടല്ലോ ഇങ്ങനത്തെ ടൈലുകൾ അത് വേറെ ഒരു ലെവലാട്ടോ. ഒരുപാട് സൈസ് മോഡലിൽ ഈ സാധനങ്ങൾ നാട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരിക്കലും സ്പേസർ വെക്കരുത്. കാരണം സ്പേസർ വെച്ചാൽ ഇതിൻ്റെ താളം പോയി. സ്പേസർ വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഈ ഡൈനിങ് ഹാൾക്ക് കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ ജോയിൻറ്റ് കാണാനേ ഇല്ല. പക്ഷെ നേരെ മറിച്ച് 4mm സ്പേസർ കയ്യിൽ വെച്ച് കഴിഞ്ഞ് അപ്പോക്സ് ചെയ്തിട്ടാണെങ്കിൽ ഈ ലുക്ക് കിട്ടൂല. ഇപ്പം നമുക്ക് മാർബിളിനൊക്കെ മോഡലിന് ഒരു ലെവലുണ്ട്, ഒരു കണക്കുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ പല സ്റ്റൈൽ ഇറ്റാലിയൻ മാർബിളിനൊക്കെ മാതിരി അത്രയും ഒരു ഗ്ലാസ് പോളിഷിങ്ങാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വർക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. എന്താ അതിൻ്റെ ആ ഫിനിഷിങ് അറിയാം. അത് നമ്മൾ ഒരിക്കലും ഗ്രാനൈറ്റിനും മാർബിളിനും കിട്ടണില്ല. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ ഇതൊക്കെ ചെയ്യണത്. പിന്നെ ഇതിൻ്റെ ഗമ്മ് കണ്ടില്ലേ, ഗമ്മ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ വക്കറ്റിൽ കൂട്ടാൻ പാടില്ല. കാരണം ഇവിടെ വലിയൊരു ചെമ്പട്ടിയിലാണ് ഗമ്മ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെമ്പട്ടി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വലിയ ഷീറ്റിനൊക്കെ ഒരുപാട് ഗമ്മ് വേണ്ടി വരും. അപ്പം ഈ ഏതായാലും ഗമ്മ് മിക്സ് ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മെഷീൻ ഉപയോഗിച്ചിട്ട് ഗമ്മ് മിക്സ് ആക്കണം. മിക്സർ മെഷീൻ ഉണ്ട് കേട്ടോ, കാണിച്ചു തരണ്ടേ. അപ്പോൾ ഞങ്ങളുണ്ടോ അത് നേരെ ഇതേപോലെ ടൈല് വെക്കുന്ന ഏരിയയിൽ ടൈല് വെച്ച് ആദ്യം ഫുള്ള് സെറ്റപ്പ് ആക്കി അത് എടുത്തതിന് ശേഷം ഇതുപോലെ ഗമ്മിട്ടിട്ട് വലിക്കുക. അത് നേരെ എങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ ആ പ്ലേറ്റ് എങ്ങനെ വലിക്കണം എന്ന് കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. കണ്ടോ ആ പ്ലേറ്റ് അവർ നേരെ 90 ഡിഗ്രി കോലത്തിലാണ് വലിക്കുന്നത്. നമ്മൾ ചെരിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ചെരിച്ച് വലിക്കണം എന്നൊക്കെ പറയും. നമുക്ക് ഇതിൻ്റെ ട്രോവലിൻ്റെ ഒരുപാട് വീഡിയോ ഇംഗ്ലീഷ് ചാനലൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ മലപ്പുറത്തൊക്കെ ഫുട്ബോൾ കളിക്കാൻ സീസണിൽ ആഫ്രിക്കക്കാരെ കൊണ്ടുവരുന്ന മാതിരി ഇത് പണി കണ്ടിട്ട് ഇമ്പോർട്ടഡ് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സ് ആട്ടോ. ഇവർ ഇതിൻ്റെ എക്സ്പെർട്ട് പണിക്കാരാണ്. അത് നിങ്ങൾക്ക് ഈ സൈറ്റ് വന്നാൽ കണ്ടാൽ മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടോ ഡയറക്റ്റ് ഒറ്റ വലി മാത്രം നേരെ വലിച്ചിട്ടുള്ളൂ. അപ്പോൾ സംഭവം സിമ്പിൾ വർക്കാണ്. പക്ഷേ ഇതിനെപ്പറ്റി ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഞങ്ങളിതാ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതേപോലെ ഡിസ്പ്ലേയിലൊക്കെ ഉടനീളം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യാർത്ഥം വിളിക്കുക, ഓടുന്നും വിളിക്കുക. കേരളത്തിൽ ഓടിയും ഒരു പണിയെടുത്ത് തരും കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ആൾക്കാരെ കാര്യം നടന്നിട്ടിയാൽ മതി. അപ്പോൾ കണ്ട ഫസ്റ്റത്തെ പീസ് വെക്കണത് അത് ഞങ്ങൾക്ക് ടൈൽസിൻ്റെ ഏത് മോഡലും ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം പാടെ പറഞ്ഞുതരാം. അപ്പോൾ ചില ആൾക്കാർ ഈ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ എന്താ കുഴപ്പമെന്ന് അറിയോ, ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് മെറ്റീരിയൽ ചാർജ് ലേബർ ചാർജൊക്കെ ഹെവി അല്ലേ ചോദിക്കും ആൾക്കാർ. അപ്പോൾ ഹെവി ആകുമ്പോൾ ചില ആൾക്കാർ ചെയ്യൂല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ എന്താ വെച്ചാൽ നിങ്ങൾ സിറ്റ് ഔട്ടൊക്കെ ഇന്നത്തെ കാലത്ത് ചെറിയ സിറ്റ് ഔട്ടൊക്കെ അല്ലേ എല്ലാ പേരക്കും ഉണ്ടാവുക. ഒരൊറ്റ പീസ് സെൻറ്ററിൽ ചെരിച്ചാണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, കിടത്തി ഇതേപോലെ നീളത്തിലെല്ലാം ചെരിച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, വേറെ അതിൻ്റെ ഓപ്പോസിറ്റ് കളറ് മാർബോണേറ്റ് 2-2 വെച്ച് കണ്ടൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ വീടിൻ്റെ ഉള്ളിലെ എല്ലാ ഭാഗത്തും ഇതേപോലത്തെ ഷീറ്റ് വിരിക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് സിറ്റ് ഔട്ട് വലിയ ഡൈനിങ് ഹാളൊക്കെ മാത്രം ഇങ്ങനത്തെ ഷീറ്റ് വിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഏരിയകൾ ഇതേ കളറിനോട് മാച്ചായിട്ട് വരുന്ന മാർബോണേറ്റ് കൊണ്ടുവന്നിട്ട് റൂമിലേക്ക് വിരിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ റൂമുകളിൽ എപ്പോഴും കട്ടിലും അൾമാറൊക്കെ വരുമ്പം ഒരുപാട് ടൈലിൻ്റെ ഏരിയ കവർ ചെയ്ത് പോകും. അപ്പോൾ അതൊക്കെ ഐഡിയപരമായിട്ട് ചെയ്യുക. കാരണം ഈ സൈറ്റിൽ ഈ കാണുന്ന സിറ്റ് ഔട്ട് അതേപോലെ ഡൈനിങ് ഹാള് ലിവിങ് ഏരിയ മൊത്തം കൂടിച്ചേരുന്ന ഏരിയ മൊത്തം ഈ വലിയ ഷീറ്റ് വിരിച്ചിട്ടുള്ളൂ. ഈ കാണുന്ന വീടിൻ്റെ റൂമുകളിലൊക്കെ 4-2 ടൈലുകൾ അതേപോലെ അപ്പോക്സൊക്കെ ചെയ്ത് സ്പേസറൊക്കെ വെച്ചിട്ട് തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങളും അതേപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ലേ. പിന്നെ ചില ആൾക്കാർ പറയും ഈ ടൈലൊക്കെ വെക്കുന്ന സമയത്ത് ഈ ചില ആൾക്കാർ ഈ ടൈലിൻ്റെ അടിഭാഗത്ത് എന്ത് ചെയ്യും, പശ വലിക്കും. അതായത് ഫ്ലോറിലും പശ വലിക്കും, ടൈലിൻ്റെ അടിഭാഗത്തും വലിക്കും. അങ്ങനെ ടൈലിൻ്റെ അടിഭാഗത്ത് നിങ്ങൾ വലിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇത് ഈ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും 1 സെൻറ്റിയോളം കനം വരുന്നുണ്ട്. നിങ്ങൾ കറക്റ്റ് എടുത്ത് വന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഒരു ഭാഗത്ത് മാത്രം വലിച്ചാൽ മതി. പിന്നെ ഗമ്മ് എന്നൊക്കെ പറഞ്ഞാൽ കോസ്റ്റ്ലി സാധനം കേട്ടോ. ഗമ്മൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അറിയാം. ഗമ്മിനെക്കാട്ടിയും കൂടുതൽ മാർബോണേറ്റൊക്കെ മെയിനായിട്ട് ആൾക്കാർ ചില വീടുകളിലൊക്കെ കാവ്യൊക്കെ പൊളിച്ച് വെക്കാനുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ ഗമ്മിന് ഒന്നാമത് പൈസ കൂടുതലാണ്, മാത്രമല്ല മറ്റേ വർക്ക് പെട്ടെന്ന് തീരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട് ഈ ഫീൽഡിൽ. അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി തരാം, ഞങ്ങൾ വിഷയമാക്കണ്ട. ഇങ്ങനത്തെ ഒരുപാട് വർക്കുകളാണ് ഇതിൻ്റെ ബാക്കിൽ വരാനുള്ളത് കേട്ടോ. പിന്നെ ഒരിക്കലും സ്പേസർ വെച്ചുകാണ്ട് ഈ വർക്ക് ചെയ്യരുത്. കാരണം എന്താ പറയുക, സ്പേസർ വെച്ചുകാണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ടൈൽസ് ലെങ്ത്ത് കൂടുന്ന ടൈൽസിൻ്റെ ബെൻഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ സ്പേസർ വെക്കും. സ്പേസർ വെച്ചുകാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ വൃത്തി കിട്ടൂല, ഒരിക്കലും കിട്ടൂല. എന്നുവെച്ചാൽ
നമ്മൾ ഈ സ്പേസർ വെച്ചിട്ടാണെങ്കിൽ ആ സ്പേസറിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ എന്തായാലും പിന്നെ ടൈലിൻ്റെ ഫില്ലിംഗ് പൗഡറൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എന്തായാലും ടൈലിൻ്റെ ഫില്ലർ പൗഡറൊക്കെ കറ വരും. അപ്പം നമ്മൾ അതിന് പകരം അപ്പോക്സി ചെയ്യും. അപ്പോൾ അപ്പോക്സി ചെയ്തിട്ടാണെങ്കിൽ ആ ജോയിൻ്റൊക്കെ അതേമാതിരി എടുത്ത് കാണിക്കും. വലിയ ടൈലുകൾ നമ്മൾ ഒരു വീട്ടിൽ വിരിക്കണം എന്തിനാന്ന് വെച്ചാൽ മാക്സിമം ജോയിൻറ്റുകൾ ഒഴിവാക്കാനാണ്. അല്ലെങ്കിൽ വലിയ ടൈല് ഇപ്പോൾ ആരും ഇരിക്കില്ലല്ലോ. വലിയ ടൈല് ബാത്റൂമിലായാലും ജോയിൻറ്റ് മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ ടൈലുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻറ്റ് ഫ്രീ അടുപ്പിച്ച് കണ്ട് ഈ ടൈല് വിരിക്കാൻ നോക്കുക. അല്ലാതെ സ്പേസർ ചെറിയ 2.4 2.2 ഒക്കെ ടൈലിനൊക്കെ സ്പേസർ നടക്കുള്ളൂ. ഇങ്ങനത്തെ വലിയ ടൈൽ ഇരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ സ്പേസർ ഉപയോഗിക്കരുത്. സ്പേസർ ഉപയോഗിച്ചാൽ ആ ടൈലിൻ്റെ മോഡലിന് വൃത്തി കിട്ടൂല. പിന്നെ അതേപോലെ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ലാസ്റ്റ് ഇതിൻ്റെ ഗ്ലേസിങ്, അതായത് ഈ ടൈൽസിനെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വലിയ സ്ലേവുകൾക്കൊക്കെ പല കളറിലും നാട്ടിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ വർക്ക് ഫുൾ ഫിനിഷായി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് സെറ്റപ്പൊക്കെ വന്നിട്ടുണ്ടല്ലോ, അത് വേറെ കാണാൻ പ്രത്യേക സ്റ്റൈലാട്ടോ. ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ജോയിൻറ്റ് കണ്ടോ, ചെറിയ നൂലിക്ക് എവിടെയെങ്കിലും ഒരു ജോയിൻറ്റ് വന്നിക്കണമെങ്കിൽ ആ പണിക്കാർ ആ ഫെവിക്കിക്ക് ഉണ്ടോ അത് വെച്ചിട്ട് അതിൽ ആ പൗഡറൊക്കെ വെച്ചിട്ട് അത്രയും സെറ്റിലാണ് ആ വർക്ക് ചെയ്യുന്നത്. കൂടെ തന്നെ കണ്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റ് നമ്മൾ ഒരു സിനിമക്കും വേണ്ടിയിട്ട് സെറ്റിട്ട് കാണിച്ചു തരുന്ന വർക്കല്ല ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. കറക്റ്റ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വിരിക്കുന്ന വർക്കാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്കിതിലൊന്നും ഒരു ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അതായത് പൂർണ്ണമായിട്ടും നമ്മളാളെ പറ്റിക്കാനുള്ള വീഡിയോ അല്ല എന്നാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതേപോലെ തന്നെയാണ് ഈ വർക്കൊക്കെ വിരിക്കുന്നത്. ചെറിയ എവിടെയെങ്കിലൊക്കെ ഒരു നൂലിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഫെവിക്കിക്കിൽ ആ കുറച്ച് പൗഡർ ഇട്ട് കണ്ടൊക്കെയാണ് ആ പണിക്കാർ ചെയ്യണം കേട്ടോ. അതേപോലെ ഇത് ടൈൽസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നേരെ ഫ്ലോറിൽ വെച്ച് കണ്ട് അതിൽ കൂടെ നടന്ന് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. ഈ ടൈൽസ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് പൊട്ടിപ്പോവും. പിന്നെ ചില ആൾക്കാർക്ക് ഇത് വലിയ സ്പേസറൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് സിമെൻറ്റൊക്കെ വലിച്ചിട്ട് വെക്കാൻ മാത്രമൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഇതേപോലെ ഈ ടൈൽസ് ഇത്ര ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതേപോലെ ആദ്യം ഫ്ലോറിൽ ഫുള്ളായിട്ട് സിമെൻറ്റ് വലിച്ച് സെറ്റാക്കിയിട്ട് ഗമ്മിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നാട്ടിലെ ഗമ്മുകൾ, അതായത് ഇതിനു വേണ്ടിയിട്ട് നമ്മളെ നാട്ടിൽ ഒരുപാട് സൈസ് ഗമ്മുകളുണ്ട് കേട്ടോ. ഗമ്മുകൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ റോഫുണ്ട്, മപ്പായി ഉണ്ട്, ലാട്രിക്കേറ്റ് ഉണ്ട്. അപ്പം ഇതിൽ നമുക്ക് ഏത് തരം ഗമ്മാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ പബ്ലിക്കായിട്ട് പറയണില്ല. ഇതിൻ്റെ പണിക്കാർക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഓല് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് സാധനം വാങ്ങാൻ മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ടോ, നമ്മളിതാ ഈ ട്രോളിലൊക്കെ വെച്ചിട്ടാണ്, ട്രോളിൽ വെച്ചിട്ട് കണ്ട് ടൈലൊക്കെ കട്ട് ചെയ്യണത്. ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റ് കട്ടിങ് കിട്ടുന്നതാണ്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. പിന്നെ ഈ സൈറ്റിൽ ഈ 1ാം നില, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ഇതേപോലെ ഹാളിലൊക്കെ വിരിച്ചിട്ടുള്ള ഈ വർക്കിൻ്റെ വീഡിയോ, അതേപോലെ ഇതിൻ്റെ സ്റ്റെയർ ഫുള്ള് ഡിസൈൻ ആട്ടോ. അതായത് ടൈൽസിൻ്റെ ഫുള്ള് ഡിസൈൻ വർക്കാണ് ഇവർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞങ്ങളിതിൻ്റെ ഫുൾ, അതേപോലെ ഇതിൻ്റെ ടോപ്പിൽ ഒരു സ്വിമ്മിംഗ് പൂൾ വന്നുകൊണ്ട് അതിൻ്റെ വർക്ക് അടക്കം നമ്മൾ നല്ലൊരു ടൈൽസിൻ്റെ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ സ്റ്റെയർ എങ്ങനെ മോഡലാക്കൽ എന്നുള്ളതൊക്കെ, ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ മോഡലാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതേപോലെ കണ്ടോ, നമുക്ക് ലാസ്റ്റിൽ ഒരു ചെറിയൊരു പീസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പീസ് കണ്ടോ, ആ പ്ലേറ്റ് കൊണ്ട് തന്നെ അതേപോലെ കുത്തനെ നിർത്തിക്കാണ്ട് ഇങ്ങനെ വലിച്ചാലും കുഴപ്പമില്ല. നമ്മൾ വലിക്കുമ്പം ഈ ഗമ്മ് വലിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമേ വലിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു 8 അടിൻ്റെ സാധനമാണെങ്കിൽ 4 അടി ഇങ്ങോട്ട് വലിച്ച് 4 അടി തിരിച്ചും വലിക്കാൻ പാടില്ല. അത് അതിനെ ബാധിക്കും. എപ്പോഴും ഒരു ഭാഗത്തേക്ക് വലിച്ചുകാണ്ട് നമ്മൾ ആ ടൈല് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് വെച്ച് മേടി കഴിയുമ്പം അത് കറക്റ്റ് എന്ത് ചെയ്യുക, ചെറിയ കൂട്ടി പിടിക്കുക ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈൽസിൻ്റെ ബാക്കിൽ ഒരിക്കലും പശ തേക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വരാനുള്ളത്. അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായില്ലേ. സിമ്പിളാക്കിയിട്ട് കണ്ടോ, ജോയിൻ്റ് എന്ന് പറഞ്ഞ സാധനം ഇതിൽ അറിയാൻ പറ്റില്ല കേട്ടോ. ഒരു എയറോ ഒരു പ്രശ്നവും ഇതിൻ്റെ കൂടെ ഇല്ല. പണിക്കാരൊക്കെ ഉണ്ടോ. ഇപ്പം ഇവിടെ ഇതിൻ്റെ ഈ സിറ്റ് ഔട്ടിൽ വിരിച്ചോടത്തോളം ഏരിയ കാണിച്ചത് കണ്ടോ, ഇപ്പം വിരിച്ച വർക്കാട്ടോ. അങ്ങനെ ജോയിൻ്റ് എന്ന് പറഞ്ഞ സാധനം കാണൂല. നമ്മൾ നിന്നുകാണ്ട് നോക്കുകയാണെങ്കിൽ ജോയിൻ്റ് കാണൂല. അടുത്ത് ഇരുന്നുകാണ്ട് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ജോയിൻ്റ് കാണുള്ളൂ. ഇവിടെ ഒന്നും ജോയിൻ്റേ ഇല്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്പേസർ വെക്കാതെ വെക്കുക. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പണിക്കാർക്ക് മാത്രം വർക്ക് കൊടുക്കുക. പിന്നെ ഈ ടീമിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് ഇവർക്ക് കേരളത്തിൽ ഓടി വലിയ വർക്ക് ചെയ്തു തരും. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ് ഇവരെ അടുത്തുള്ള കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ആൾക്കൊക്കെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, നിങ്ങളെ വീഡിയോ താല്പര്യമുള്ള ആൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ വീഡിയോ പോകുള്ളൂ.